കേരളത്തിലെ യുവാക്കളുടെ ഞരമ്പുകളിലൂടെ ഒഴുകാൻ പോകുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത ലഹരി മരുന്നുകളായി. ഇന്ന് ക്യാമ്പസുകളിലും സ്പോർട്സ് അക്കാഡമികളിലും സിനിമാ സെറ്റിലും ഒക്കെ രഹസ്യമായി കൈമാറുന്നത് നാളെ പരസ്യമായ കച്ചവടമാകും. മാത്രമല്ല, ഈ ഡ്രഗ് കാർട്ടൽസ് ഇവിടെ നിന്ന് കൊയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ് മണി ഡയറക്റ്റായി ചെന്നെത്തുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ പോക്കറ്റുകളിലേക്കാണ്. ഇവിടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ലഹരിക്കെതിരെ ചെറിയ ബോധവൽക്കരണം നടത്താമെന്നും പറഞ്ഞ് തയ്യാറാക്കി വെച്ച ഒരു ലാലേട്ടന്റെ വീഡിയോ ആണ് കുറച്ചു മുന്നേ നിങ്ങൾ കണ്ടത്. പക്ഷേ കേരളത്തിലെ കഴിഞ്ഞ ദിവസം 15 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ സ്വന്തം സഹപാഠികൾ ചേർന്ന് തല്ലിക്കൊല്ലുന്ന ഒരു കാഴ്ച കോഴിക്കോട് താമരശ്ശേരിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് കണ്ടപ്പോഴാണ് ഒരു വർഷം മുന്നേ റിയാദ് സലീം പറഞ്ഞ ചില വാക്കുകൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത്. 15 വയസ്സ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തെണ്ടുകളായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത്. അങ്ങനെ ഒരു ട്രെൻഡാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സ്കൂളിലൊന്നും പഠിക്കുന്ന പിള്ളേർക്കൊന്നും വിവരം എന്ന് പറഞ്ഞൊരു സാധനമല്ല. അന്ന് പുള്ളി പറഞ്ഞ ഈ വാക്കുകൾ കേട്ടിട്ട് ഒരു വർഷം മുന്നേ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ന് പുള്ളി പറഞ്ഞതിൽ കാര്യം ഇല്ലാതായില്ല എന്ന് ആരും പറയുന്നില്ല. യാഥാർത്ഥ്യമായ ചില സത്യങ്ങളാണെന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നു.